ആഹാ കൊള്ളാലോ. ആ ഇല്ലടോ, 2 ദിവസം കൂടെ കാണും. അങ്ങോട്ടേക്കാ? അടക്കൂല മോളെ. എടാ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങ്. താൻ കൊറേ ആയില്ലേ വന്നിട്ട്. ആ അതിനുള്ള ടൈമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനായിട്ട് അങ്ങോട്ട് വരില്ല, താൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വന്നോ, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ആ ശരി. എന്തിനാ ആരാ വിളിച്ചെന്ന് പറയടി? അയ്യോ അത് പറഞ്ഞിട്ടാണ് അവളെ കൂടെ വിളിച്ചു വരുത്തല്ലേ? അവളാ? അതെ അവളാ. അല്ല ഏതവള്? എടാ നിനക്ക് എന്തൊക്കെ അറിയണോടെ? ഇവിടെ ഉള്ളതൊന്നും പോരെ. അതല്ലടി ഞാൻ ചോദിച്ചു, എനിക്കറിയാവുന്ന അവളാണോ അതോ? നിനക്ക് അറിയാത്തവളാ. എനിക്കറിയാത്തവളാ. നിനക്ക് അറിയാത്തവളാ. ആ കണ്ടല്ലേ ചേച്ചി വന്നു. ജയന്ത്രങ്ങൾ എവിടെ നീട്ടിയത്? ചേച്ചി ഉണ്ടല്ലോ, ഒരു അക്ഷരം പറയേണ്ടത് ഇവിടെ ഇറങ്ങിപ്പോയത്. വലിയ അത്യാവശ്യം വന്ന് ഓടിപ്പോയി കാണൂടി. എന്താ അത്യാവശ്യം? ഒന്ന് വിളിച്ചിട്ട് പോകൂടെ അറ്റ്ലീസ്റ്റ്. അങ്കിളെ ഞാനൊന്ന് വാഴക്കാല വരെ വന്നാ, അപ്പൊ പിന്നെ ഇവിടെ വരെ കയറിയിട്ട് പോവാന്ന്. നല്ല മീനും കിട്ടി, മീനും വാങ്ങിച്ചു. ഇനി അമ്മയുടെ കൈ കൊണ്ട് മീൻ വെച്ച് ചോറ് നിന്നിട്ട് പോകണം. എന്താണ് കവറില്? കവറിൽ എന്റെ കുറച്ച് സാധനങ്ങൾ. സാധനം അറിയാം. എന്ത് സാധനമാ? ആ അതൊരു ടോപ്പ് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞ വഴിക്ക് ഒരു ടോപ്പ് മേടിക്കുകയും ചെയ്യും. ആർക്ക്? എനിക്ക്. വേറൊന്നുമില്ലേ? വേറെ എന്ത്? നിനക്ക് എന്തെങ്കിലും വില കോലിമിട്ടായി വേണമായിരുന്നോ? അയ്യോ എനിക്കൊന്നും വേണ്ട. ജയന്ത്രങ്ങളെ അങ്കിൾ ആ മീനിങ് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെന്നാലേ ഇതിങ്ങ് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ല ചേച്ചിക്ക് പോവാൻ നേരത്തിന് അതിനൊന്ന് വിളിച്ചിട്ട് പോകൂടായിരുന്നോ? ഞാൻ ജംഗ്ഷനിൽ പോണത് നിന്നെ എന്തിനാ വിളിക്കണേ? ഒരിടത്തോട്ട് പോവല്ലേ, ചുമ്മാ വിളിച്ചൂടെ? എടി ഞാൻ കറങ്ങാൻ പോയതൊന്നും അല്ല, ആ ഷേപ്പ് ചെയ്ത ടോപ്പ് മേടിക്കണായിരുന്നു. പിന്നെ ഒരു കടയെ കണ്ടപ്പോഴത്തേക്ക് നല്ല ടോപ്പായത്, അത് മേടിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. എപ്പൊ എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴയെ കൂടെ ഉത്തരം പറയണം കേട്ടോ. ഒരു പ്രാവശ്യം ചോദിച്ചാൽ എവിടെ പോയതാന്ന്, അപ്പൊ പറഞ്ഞു മാങ്ങ വാങ്ങാൻ പോയതാന്ന്. മാങ്ങ വാങ്ങിയ സമയത്തിന് ചിക്കൻ കണ്ടു, അപ്പൊ ചിക്കൻ വാങ്ങിട്ട് വന്നു. വെറുതെ കടയിൽ പോയപ്പോ 2 ലക്ഷത്തിന്റെ ഫോൺ കണ്ടു, അപ്പൊ ഫോൺ വാങ്ങിട്ട് വന്നു. ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയാ. എന്റെ ശിവ, നിന്റെ കുഴപ്പം എന്താ? പക്ഷെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ആണ്ടിലും കൊല്ലത്തിലാണ് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുന്ന ദിവസമാണെങ്കിൽ അടി ഇടി ബഹളം, എന്നിട്ട് കരഞ്ഞോണ്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും. ഞാനേ ഇവിടെ നിന്നാ ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വഴക്കാം. அம்மா உங்க தரவாடு இருக்குல்ல, கோனரத்தல. കോനറത്തല അല്ല, ചോനറത്തല. ചോനറത്തല. അങ്ക എനിക്ക് ഒരു വാട്ടി വരണം. വരാല്ലോ. അവിടെ ഇവിടുത്തെ പോലല്ല, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാന്. പാടവും പറമ്പും പിന്നെ കുളവും ആറും തോടും. പിന്നെ അവിടെ വലിയൊരു കാവുണ്ട്, ഞങ്ങളുടെ കാവാ, കൊടങ്ങരക്കാവ്. അവിടെ ഉഗ്ര സർപ്പവാ. ഭയങ്കര വിശേഷം അവിടുത്തെ കാവിലെ ഉത്സവമൊക്കെ. കണ്ടിപ്പാ நான் അടുത്ത വാട്ടി വരேன். அங்க வந்துட்டு ஒரு 2 நாள் அங்க தங்க போறேன். 2 or 4 നാൾ അവിടെ വന്ന് നിൽക്കാം. പക്ഷെ വന്നു കഴിഞ്ഞാലും നീ അടുക്കളയിൽ ഇറങ്ങത്തില്ലല്ലോ. ஐயோ இந்த வாட்டி நான் அப்படி பண்ணவே மாட்டேன். அங்க எல்லாம் சுத்தி பார்க்கலாம் இல்ல சிவா? என்ன ஊன்னு இருக்க? பேசாம இருக்கேன்னு. ഞാൻ പേശാമ ഇരിക്കുന്നതാണല്ലോ നല്ലത്. എന്താ നിന്റെ പ്രശ്നം പറ. നമ്മള് ചെന്നൈയിൽ നിന്ന് ഇവിടെ ഉള്ളവരെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അറിയാണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇടപെട്ട് പോവും. അതിവിടെ ആർക്കും പിടിക്കുന്നില്ല. എന്തുവാ ഇനിയിപ്പം? നാളെ വൈകുന്നേരം എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. போறியா? என்னெல்லாம் சொல்ற சிவா? இப்படி எல்லாம் சொல்லாதடா. പണ്ട് ചേട്ടൻ ശിവചേച്ചിയുടെ പുറകെ നടക്കായിരുന്നു. ഇപ്പൊ ചേട്ടന്റെ പുറകെ നടക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യം അമ്മൂമ്മ. ചേച്ചിക്ക് ഇപ്പൊ അമ്മായിയെ മതി, ചേച്ചിക്ക് പിന്നെ നമ്മളെ വേണ്ടല്ലോ. കൊച്ചെ ഞാൻ വല്ല വിധിനാണ് മിണ്ടാണ്ടിരിക്കുന്നത്. നീ ആയിട്ട് പറയിപ്പിക്കലിട്ട് എന്നെ കൊണ്ട്. ഒന്നുമില്ല, എനിക്ക് എന്റെ ശിവമോളോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കനാൻഡി ഒന്ന് ചിരിച്ചേ, ചിരിക്കങ്ങോട്ട്. ഇത്ര വലിയ തമാശ പറഞ്ഞിട്ട് ചിരിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഇത്രയും കൊച്ചുമക്കൾ ഉണ്ടായിട്ട് അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അടുത്താണ്. എന്റെ ദൈവമേ. ചേച്ചിക്ക് എന്താ പരിപാടി? ആരോടാ? എന്നോട് തന്നെയാ. ഞാനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നു? എന്റെ വീട് എനിക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്താ? എനിക്കൊന്നുമില്ല. ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടാ നോക്കിയ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ, ഇഷ്ടപ്പെട്ടില്ല എന്താ? ചേച്ചി ഇടാൻ പോണ സാധനമല്ലേ. എടീ, നിനക്ക് മേടിച്ച സാരി എനിക്ക് ഇഷ്ടപ്പെട്ടാ മതിയാ? എനിക്ക് ആവശ്യമാണ്. പിന്നല്ലാണ്ട്. എന്നാ ഇഷ്ടപ്പെട്ടാ നോക്ക, അല്ലെങ്കിൽ വേറെ മാറ്റി മേടിക്കാം. அழகா இருக்கு. എനിക്ക് ആവശ്യമാണെങ്കിൽ നേരത്തെ പിന്നെ പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനെ പറയാനാ? ആ മുഖം കണ്ട് പറയാൻ തോന്നണ്ടോ? ഒടുക്കത്തെ മോടയല്ലേ. താങ്ക് യു.
കൊള്ളാല്. നല്ല രസമുണ്ട്. അനിയത്തേക്ക് മാത്രം വാങ്ങിച്ചു, നമുക്കൊന്നും ഇല്ലേ? എടോ തനിക്കും കല്ലൂനും കൂടെ അല്ല കഴിഞ്ഞ മാസം ഞാൻ പുതിയ ഉടുപ്പ് മേടിച്ചു തന്നത്. ചിരിക്കണ നോക്കിയേ, എന്നിട്ട് എനിക്ക് മാത്രം ഒന്നുമില്ലെന്ന്. என்ன சொன்னாலும் லெச்சுக்கு சிவானா உயிர். நீ இல்லாதப்போ எப்பவுமே சொல்லுவா. ഞാൻ ഇതിനെപ്പറ്റി പറയാറൊന്നുമില്ല. പക്ഷെ ഇപ്പം എപ്പ കണ്ടാലും തമ്മിലടിയാ. അത് പിന്നെ അനിയത്തിമാരും ചേച്ചിയൊക്കെ ആകുമ്പോഴത്തേക്കും അടിയും ബഹളമൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അല്ലേ എന്ത് എന്താണ് എന്താ മുട ഇറക്കലടോ? താനല്ലേ മുട ഇറക്കണേ? എനിക്ക് വല്ലപ്പോഴും വരുന്നുണ്ട് മുട ഇറക്കാൻ. നീ ഇത് ചെറുതായി എവിടെ പോവാ കൊച്ചെ? നീ കഴിക്കണമൊന്നുമില്ല അവിടെ? കഴിക്കണൊക്കെ ഉണ്ട്. നോക്കിയൊക്കെ പോയി കൊഴിഞ്ഞ്. വെള്ളത്തിന്റെ ഒന്നും ചേച്ചി അറിഞ്ഞൂടാ, ഭയങ്കര കുഴിച്ചില്. നന്നായി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്തുവാ കൊച്ചിനെ കാണിക്കുന്നേ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയ അമ്മൂമ്മ. അങ്ങനെ തട്ടി. സാരമില്ല, പോട്ടെ പോട്ടോ കേട്ടോ. ഹലോ എന്തിയാ? കല്ലു അവിടെ നിന്ന് കളിക്കുന്നു. ഒറ്റയ്ക്കാ? ആ ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ല കല്ലൂനെ നോക്കണത്, പോയി വിളിച്ചോണ്ട് പോയിനെ. ആ രണ്ടുപേരുടെ പൊടി പൂരം ബഹളമായിരിക്കും ഇവിടെ. പക്ഷെ എന്റെ അമ്മേ, രണ്ടിനും മേയിച്ചോണ്ട് നടക്കണ പാടുണ്ടല്ലോ, ചെറിയ പരിപാടിയൊന്നുമല്ല. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടെ? എന്താ രണ്ടുപേരുടെ പരിപാടി? ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഓ, ചേച്ചി അനിയത്തിക്ക് തലമുടി ജീവി കൊടുക്കണോ? എന്ത് തലമുടി ചീവി കൊടുക്കാൻ പാടില്ലേ? ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. അവസാനം മുടി പിടിച്ചടിയാവരുത് രണ്ടും കൂടെ. എന്റെ പൊന്നമ്മൻ പോയിട്ട് നിന്റെ മെർലിൻ മോളുടെയോ അലീന മോളുടെ ഒക്കെ തല ജീവി കൊടുക്ക്. നിന്റെ ജീവിതം കൊണ്ട് അതേ ഒരു ഉപയോഗമുള്ളൂ മോനെ. ശിവ, കൊറേ ആവണുണ്ടേ, പിടിക്കണില്ല കേട്ടാ. ആ, ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവെന്ന് വരച്ചിട്ടാണ് ഞാൻ പറയാതിരിക്കണേ. നീ ഇപ്പൊ കൊറേ എന്നെ പറയാനുണ്ട്. നീ പലതും നിന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല, ഇപ്പൊ തന്നെ ഈ വീട്ടിലെ എല്ലാവരും ഇവര് സപ്പോർട്ടാണ്. ഞാൻ മാത്രമാണ് വല്ലപ്പോഴും കയറി വരുമ്പോഴത്തേക്കും എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ മോന് ഞാൻ വരുന്നത് പിടിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ മോനെ ഞാനേ നിന്റെ അടുത്ത് സംസാരിക്കാതിരിക്കണയാണ് എനിക്ക് നല്ലത്. നീടായിട്ട് വാ തുറന്നാ ഫുള്ള് നെഗറ്റീവാണ്. ഞാൻ മാക്സിമം സംസാരിക്കുന്നത്. എനിക്ക് നേരത്തെ ഒന്നും സംസാരിക്കാനില്ല. നീ ആയിട്ടുള്ള കമ്പനി ഞാൻ നിർത്തി. അത്ര തന്നെ ഉള്ളൂ. നാരങ്ങ വെള്ളം. ഇതെന്തോന്നേ, കുപ്പിന്ന് ഭൂതോ? ഭൂതം അല്ല ഇല്ല. ലച്ചു നീ കുടി. എനിക്ക് കുടിക്കാൻ തോന്നണല്ലോ ആന്റി. ഇതേ കേശിന് കൊടുത്തേരെ. കേസു നീ കുടി. എനിക്കൊന്നും വേണ്ട. ശിവ നീ കുടി. വേണ്ട ആന്റി. അത് വേണ്ട ആന്റി എന്ന് എടുത്ത് കുടിച്ചത്. ആന്റി ആ വെള്ളം ആന്റി രണ്ടും ഒന്ന് കുടിച്ചിട്ട് പോയാ മതി. കുടിക്ക് കുടിക്ക് കുടിക്ക്, മൊത്തം കുടിച്ചോണത്. കുടിക്ക് കുടിക്ക് പൊന്നെ കുടിക്കാം. ആ 2 ഗ്ലാസും കൂടെ കുടിപ്പിക്കണം കേട്ടോ. ആഹാ, എല്ലാരും കൂടെ ഇവിടെ വന്ന് കഥയും പറഞ്ഞിരിക്കുക. മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാർക്കാ മീൻ പൊരിക്കണോന്ന് പറഞ്ഞത്? ഞാനാ പറഞ്ഞത്, ഇവക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാ പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ട് ഒന്ന് പൊരിച്ചാട്ടെ. അല്ല, ഞാൻ ഇവളുടെ മുടി ചീവി കൊടുക്കുമായിരുന്നു. அப்படின்னா நான் வரேம்மா. கேசு இது குடி கேசு. വേണ്ട ആന്റി, ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാ. என்ன பச்சை வெள்ளம் கொடுத்தாலும் குடிக்கிறவன் தானே, என்னாச்சு இப்போ உனக்கு? വന്നവന് പച്ച വെള്ളം പോലെ സമാധാനത്തോടെ കുടിക്കാൻ പറ്റുന്നില്ലല്ലോ ആന്റി. അതല്ലേ അവസ്ഥ. ശിവ, ഞാൻ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല, ഞാൻ പോണു. ഓടിക്കോ. சிவா இது நீ குடி. 2 கிளாஸ் குடிக்கிறேன்னு தானே சொன்னேன், அப்ப நீயே குடிச்சுக்கோ. കുടിക്കാൻ ആരാ സഹായിക്കാൻ വരുന്നതെന്ന് വെച്ചാ അടുക്കളയിലോട്ട് വന്നോണം. താജ്മഹൽ കാണാൻ വിളിക്കണ പോലെ വിളിക്കണം. நான் போய் ஹெல்ப் பண்றேன். ഒരാള് താജ്മഹൽ കാണാൻ പോയി. നീ പോകുന്നുണ്ടോ താജ്മഹൽ കാണാൻ? ആന്റി എപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ കുറച്ച് ഒതുങ്ങിയെന്ന് പറയുള്ളൂ. വന്ന സമയത്ത് എന്തായിരുന്നെന്ന് അറിയോ? ചേച്ചി നെക്സ്റ്റ് ഒന്ന് ചെന്നൈയിരിക്കുവാ. എന്തേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ വാ, ഇങ്ങോട്ട് അടിച്ചു വിളിക്കാലോ. മറീന ബീച്ച് സെറ്റ് ചെയ്യാം. തിരിഞ്ഞിരി, മുടി പിന്നി തന്നിട്ട് ഞാൻ പോട്ടെ. എന്നിട്ടാ വെള്ളം കുടിക്ക്. ഓടാ ശരി. നമുക്ക് എന്തിനാന്ന് വെച്ചാ ചെയ്യാം. ശരി, നീ വൈകി ഞാൻ വിളിക്കാം. ഇവാടേ എന്തിനാണ് ബുക്ക് വയ്ക്കണ? അല്ല, തുണി അലക്കുന്നു. തമാശ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് തുണിയൊക്കെ പിന്നെ ആയാലും അലക്കാല്ലേ. വാ, ഒന്ന് ജംഗ്ഷൻ വരെ പോട്ടെ. എന്തിന്? ആടി ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കണം. നമുക്ക് സിപ്പപ്പ് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് വരാം. അത് അവിടെ അലീനയും മെർലിനെ വരാന്നെല്ലാം പറഞ്ഞ.
നീ ആയിട്ട് വേണമെങ്കിൽ പോയി വാങ്ങിട്ട് വാ. അല്ല യേശു, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എല്ലാവരുടെ നീ പടി 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 എന്ന് പറയുന്നുണ്ട്, നീ മാത്രം പഠിക്കുന്നത് കാണാനില്ലല്ലോടാ. ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്. എപ്പോ? അല്ല, പഠിച്ചാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലും പഠിക്കാനൊന്നും ഇപ്പൊ കേശുവിന് സമയം ഉണ്ടാവില്ലല്ലോ. കേശുവേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്, നീ ഇങ്ങനെ പഠിക്കാണ്ട് ഡിഗ്രിയും കംപ്ലീറ്റ് ആക്കാണ്ട് സപ്ലിയും വാങ്ങി ഒരു നല്ല നിലയിലാവാണ്ട് ജോലി ഇല്ലാണ്ട് ആകപ്പാടെ മെന്റലി സീനായി ഇപ്പോഴെക്കൂടെ അലഞ്ഞ് നടക്കണ കാണാനുള്ള അവസ്ഥ വരുത്തരുത് കേട്ടോ. ശിവ, നീ ചുമ്മാ ആറാൻ പറ്റുന്ന വാക്കൊന്നും പറയല്ലോ കേട്ടല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞടേ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് പറയണമെന്ന് എനിക്ക് പിടിക്കൂലല്ലോ. വേണ്ട, ഞാൻ പറയുന്നില്ല, നീ എന്റെ അടുത്തും പറയാൻ വരണ്ട. കഴിഞ്ഞു. ശിവ, എന്തോ ആ കൈയൊന്ന് കാണിച്ച മോളെ. അപ്പടി ഇന്ന് അകമൊക്കെ ഒന്നും ഞാൻ വെട്ടി തരട്ടെ. കുഞ്ഞിഞ്ഞ് കോളേജ് ഫസ്റ്റ് വരുവാണ്, കഷ്ടപ്പെട്ട് വളർത്തുവാ. ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് ക്യൂടെക്സ് ഒക്കെ ഇട്ട് തരാം. ഇതേപോലെ എന്തോ ഇത് നല്ലതല്ലേ? ഇതിനകത്ത് മുത്തൊക്കെ ഉണ്ട്. എനിക്ക് മുത്തുമ്പോ അവിടെ ഒന്നും വേണ്ട. ഇജ്ജാതി പച്ചൊന്നും എനിക്ക് വേണ്ട കേട്ടോ. നോർമൽ കളർ ഉണ്ട്, അതിട്ട് തന്ന പ്രശ്നമില്ലല്ലോ. അത് മതി. ശിവ, നീ പോവാനുള്ള ബുക്ക് മിസ് ചെയ്താ? നീ തിരിച്ച് ചെന്നൈയിലോട്ട് പോവാനുള്ള ബസ് ബുക്ക് ചെയ്തോ? എന്റെ കാര്യമാണ് ഞാൻ ചെയ്തോളാം, ഇയാൾ ഇടപെടണ്ട. മക്കളെ, ഞങ്ങള് ഇറങ്ങിക്കോട്ടെ. പോണാങ്ങളെ? ആ പോണം. ഇത്ര നേരത്തെ? അതെ, ഉച്ച കഴിഞ്ഞ് പോവാന്നൊക്കെ വിചാരിച്ചിരുന്ന അപ്പോഴാണ് ഒരു കോള് വന്നത്. കാക്കനാട് ഒരാൾ കാത്തു നിൽക്കും. താങ്കൾ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ അല്ലേ? ഉലകം ചുറ്റും വലിവൻ. മോളെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി പോയില്ലേ, ഇതുപോലെ വിളിക്കുമ്പോഴൊക്കെ പോണം, ഇടപെടണം. അമ്മമ്മ, അമ്മമ്മ, അങ്ങനെ അടുത്ത തവണ വരുമ്പോഴേ രമാൻറ്റിനെയും കൂടെ കൂടെ കൊണ്ടുവന്നെ. കൊണ്ടുവരാം. പോവാണോ? ആ, ഞാൻ ഇറങ്ങട്ടെ. ശരി. പിന്നെ ഞങ്ങളെ അടുത്ത തവണ വാഴക്കാലയിൽ വരുമ്പോ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ഇങ്ങോട്ടായിട്ട് വന്നോളാം. ഇങ്ങോട്ടായിട്ട് വരും, തീർച്ചയായിട്ടും വരും കേട്ടാ. ശരി. ജയന്തൻ ഇപ്പൊ പഴയതുപോലൊന്നും അല്ലല്ലയോ, നല്ല മാറ്റമുണ്ട്. പിന്നില്ലേ, കുടുംബമൊക്കെ ആയില്ലേ. ഇന്ന് തന്നെ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നപ്പോ മീനും കൊണ്ടല്ലേ വന്നേ. അത് തന്നെ. എന്റെ ക്യൂടെക്സിന്റെ കാര്യം എന്തോ കൂട്ടസിടാൻ പോകുന്നു. ഇതെന്തോ കൊച്ചേ, കയ്യെല്ലാം നഖമൊക്കെ വെട്ടിക്കളഞ്ഞൂടായോ? എന്റെ അമ്മമ്മ കോളേജ് ഫെസ്റ്റ് വരുവാ, നമുക്ക് സുന്ദരിയാവുന്നുണ്ട്. സുന്ദരി നഖത്തിലാണോ സുന്ദരം ഇരിക്കുന്നത്? നഖത്തിലും സുന്ദരത ഉണ്ട്, നോക്കട്ടെ. എന്റെ കയ്യിലെങ്കിൽ നഖമൊന്നും ഇല്ല. വേണ്ട, അടിക്കുന്നുണ്ട്. അതൊന്നും ഇങ്ങനെയൊക്കെ കടിച്ച് പറിക്കുന്നതാണ്. ഈ കളറാണെങ്കിൽ നടക്കൂല ഏട്ടാ. ഈ കളറിന് കുഴപ്പം? അത് കുഴപ്പമില്ല, ഇതാണ്. അതുമില്ല, കണ്ണടിച്ച് പോകുന്നില്ല അമ്മമ്മ ഇത് കണ്ടിട്ട്. കൈ കഴിയും. ஹாய், ரொம்ப நல்ல கலரு. ഇട്ട് തരട്ടെ? வேண்டாம், நகும் இல்ல. ചേച്ചി, എന്റെ ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ വേറെ ആൾ കൊണ്ട് ഇട്ട് കൊടുക്കണേ. അവർക്ക് നീണ്ടു നിവർന്ന് പുറകെ നിൽക്കുവല്ലേ. ഇവനാ? പിന്നെ പോ ശിവ അവിടെ. ശരി ചേച്ചി, എന്റെ വാസം തെറ്റുണ്ട്. ഇതിനാ പിന്നെ ഒരു കളർ പോരല്ലോ, രണ്ട് കയ്യിൽ രണ്ട് കളർ ആയിരിക്കും അടിപൊളി. ഈ പച്ചയൊക്കെ പൊളിക്കോടെ വേറെ ലെവലായിരിക്കും. നീ നിർത്തിക്കൂ, കൊറേ നേരമായി നീ എന്നോട് മിണ്ടൂല്ലോ പറഞ്ഞിട്ട് എന്തിനാടി എന്നെ തന്നെ പിന്നെ വേണ്ടിട്ട് കുത്തണത്? നല്ലതാണ്ടിരിക്കെ. മനഃപൂർവ്വം അല്ല, അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിന്റെ ഓരോ കാട്ടിക്കൂട്ട് കാണുമ്പോ എങ്ങനെയാ മോനെ പറയാണ്ടിരിക്കുക? എന്റെ എന്തൊരു കാട്ടിക്കൂട്ടൽന്ന് വേണോടി? എനിക്കിത് വേണം. ഏത് സമയം ശിവ 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 എന്ന് പറഞ്ഞു നടക്കുന്നത് എനിക്കിത് വേണം. ചേട്ടാ, നിന്നോട് ആരെങ്കിലും പറഞ്ഞ ഏത് സമയം ശിവ 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 എന്ന് വിളിച്ചോണ്ട് നടക്കാനായിട്ട്? നിങ്ങൾ പറഞ്ഞ ശിവ ശിവ എന്ന് വിളിക്കാൻ? എന്തോന്നാ പിള്ളേരെ ഇത്? ഏത് സമയം രണ്ടും കൂടെ അങ്ങ് അടിയാണല്ലോ. പിന്നുള്ള കാര്യമുള്ള പോലെ പറയണ്ടേ അമ്മമ്മ? അമ്മമ്മ അടുക്കള ഓടിച്ചല്ലോ. ഞാൻ അടുക്കളയിലോട്ടല്ല, ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. എനിക്കിതൊന്നും കാണാൻ വയ്യ. ശിവ, എന്തോ വല്ലപ്പോഴേ ഈ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യണേ. ചെയ്യാം. ചേച്ചി വിചാരിക്കണ പോലെ അല്ലേ ചേച്ചി, ചെന്നൈ ഇസ് വെരി എക്സ്പെൻസീവ്. പിന്നെ കോളേജിന് നല്ല ദൂരം, നല്ല പാർലറിലോട്ട് പോകണമെങ്കിൽ പൈസ ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, ഞാൻ ഇട്ട് തരാം. അതുപോലെ തന്നെ നീ ബോഡി ലോഷനും സ്കിൻ കെയർ അതൊന്നും ഉപയോഗിക്കാറൊന്നുമില്ലേ? സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാറില്ലേ? ഉണ്ട്. അതൊക്കെ തേച്ചോളണം. ഒന്നാമത് ഭയങ്കര ചൂടും വെയിലൊക്കെയാണ്, സ്കിന്നൊക്കെ നോക്കിക്കോളണം. നോക്കാം. മട്ടൺ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ മട്ടൻ കറി. ശരിക്കും? ശരിക്കും. அப்படின்னா நான் குக் பண்ணி கொடுக்குறேன். കറി ഏറ്റെടുക്കാൻ ആളുമായി. കൈ തട്ടാ നോക്കണേ, ഉണങ്ങട്ടെ. നിനക്കിട്ട് തന്നെടാ. നോക്കി പേടിപ്പിക്കണ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ. ചേച്ചി, താങ്ക് യു. ഓൾവേസ് വെൽക്കം. அவளோட பாசத்தை பாரு.
ഇവിടെ പിന്നെ വേറെ പലവരും ഉണ്ടല്ലോ. പെങ്ങള് വന്നാലെന്ത്, പെങ്ങള് പോയാലെന്ത്. ഓണിഞ്ഞേ പറഞ്ഞാള് പോയി. பாவடா எதுக்கு இப்படி எல்லாம் சொல்ற? ഞാൻ പറയും. ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ചേച്ചി വയ്യേ? മൈഗ്രെയിന്റെ തലവേദന. അയ്യോ, മരുന്നെല്ലാം വേണോ? ചൂടുവെള്ളം എടുക്കട്ടെ? വേണ്ട. അതെ, വയ്യായി മാറിട്ട് വിളിക്കാൻ ഒരു കാര്യം പറയാം. താനിവിടെ കുറച്ചേരം കിടന്നു. എന്തിനാ? പാടോ, താൻ എത്ര നാളെ എൻ്റെ കൂടെ ഒന്ന് കിടന്നിട്ട് കുറച്ചു നേരം? ചെന്നൈക്ക് പോയതിനു ശേഷം നേരെ ചൊവ്വ കിടന്നിട്ട് പോലുമില്ല. ശരിയല്ലേ? കൊറേ ആയി നമ്മളിങ്ങനെ കിടന്നിട്ട്. ചേച്ചി ചേച്ചി ഓർക്കണുണ്ടോ പണ്ട് ഞാനും ചേച്ചിയും കേശുവും നമ്മൾ ചെറിയ പിള്ളേരായിരുന്നപ്പോഴേ അപ്പുറത്തെ ആ മുറിയില് ആ ചെറിയ കട്ടിലിൽ നമ്മൾ 3 പേരും ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ 3 പേരും ചാളടിക്കുക പോലെ കിടന്നിരുന്നത്. ഞെരുങ്ങി പെരുങ്ങി എന്ത് രസമായിരുന്നു ചേച്ചി. എന്നാണെങ്കിൽ എന്തോരം കാര്യങ്ങളാ. കിടന്നോണ്ടേ വർത്താനം പറയത്തുള്ളൂ. 10 മണിക്ക് തുടങ്ങും ലോകകാര്യങ്ങൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്ത്. അത് മാത്രോ എത്ര പ്രാവശ്യം നമ്മൾ രണ്ടാളോട് പ്ലാൻ ചെയ്ത് കേശുവിനെ കട്ടിലിൽ തള്ളി താഴെയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അതൊന്നും ഇനി തിരിച്ചു വരില്ല അല്ലേ? ആണോ? പിന്നെയല്ലേ, എല്ലാരും വലുതായി, കാലം മാറി, കോലം മാറി. ചേച്ചി നമ്മൾ ചെറിയ പിള്ളേരായിട്ടിരുന്നാ മതിയായിരുന്നല്ലേ? സത്യം. നാളെ ഉണ്ടായിരുന്നു തോന്നുന്നു. ചേച്ചി നിങ്ങള് മുത്താണ് കേട്ടോ. മുത്ത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ചീത്ത വിളിക്കാനല്ലേ? ചുമ്മാതല്ലേ. നിങ്ങൾ രണ്ടുപേരും ചുരുണ്ടുകൂടി കിടക്കല്ലേ? വന്ന അലമ്പുകാരി. അലമ്പാരിയോ? ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൊച്ചു അലമ്പുകാരിയാണെന്ന് നീ മുത്തല്ലേ? വാ ചേച്ചി ചെന്നൈക്ക് വരുമ്പോഴേ നീ മുതലിനെ കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ അമ്മേ. എന്റെ അമ്മയെന്നാ? ഉമ്മ പിന്നെ നിന്നെ കൊണ്ടുപോകാതിരിക്കോ? നിന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കൂലേ? മനഃപൂർവ്വം ഒഴിവാക്കൂലെന്നാ? ചുമ്മാ. നിനക്ക് എന്തായാലും കൊണ്ടുവരും. എന്തൊരിത് കൊഞ്ചണൊക്കെ ഇട്ടേക്കണ എല്ലാടെ കിടക്കണ കിടപ്പോ നീ ഞാനുണ്ട്. കേശുവേ വേണ്ട, നീ ബുക്കേ. അത് തന്നെ, എല്ലായിടത്തും ഇടയിൽ കയറി വന്നോളൂ. ശിവ, എന്തോ നീ നിന്റെ ആഹാരക്കാരി ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ കോലം കണ്ടാ പറയൂലോ ഒന്നും കഴിക്കുന്നില്ലെന്ന്. ചേച്ചി ഫുഡ് കഴിക്കുന്നുണ്ടെന്നേ, പക്ഷെ ഉറക്കമൊന്നും അത്ര ശരിയല്ല. ഇപ്പം എക്സാം ഒക്കെ അടുത്ത് വന്നതല്ലേ, അതിന്റെ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ മേടിച്ചു വെക്കുന്ന റൂമില്. ഇതൊക്കെ വാങ്ങി വെക്കാറൊക്കെ ഉണ്ട്. കഴിക്കാൻ സമയം കിട്ടാറില്ല, മറന്നു പറയണ പതിവ്. പിന്നെ ഇച്ചിരി ഉറപ്പുണ്ട്, പറയണല്ലോ. ഇച്ചിരി അല്ല, കുറച്ച് കൂടുതലാ. എന്തെങ്കിലും അസുഖം വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കഴിക്കാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ട്. കഴിക്കാടേ. ഇതേ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ പറയാൻ തുടങ്ങിയതാണ്. നിനക്ക് ഇപ്പം ആരോഗ്യമൊക്കെ കുറയുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് കഴിക്കണം കേട്ടേ. നീ പോയില്ലേ? നീ എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാ? അല്ലെങ്കിൽ നിനക്കിപ്പോ എന്നെയൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? യേശു ഉള്ളത് പറയാലോ. നിന്റെ ഈ കപട സ്നേഹം കാണുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് വെറുപ്പാണ്. എന്തിനാ നീ അഭിനയിച്ചോണ്ടിരിക്കുന്നേ? ശിവ വിളിക്കുന്ന ചേട്ടനിപ്പോ വിളിക്കാൻ പോയതല്ലേ? ഓ, ആ വിളി കപടമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഞാനങ്ങ് ക്ഷമിച്ച്. ഞാൻ നീങ്ങൂല. യേശുവേ, നീ കിടന്ന ആ സെക്കൻഡ് എണിച്ചു പോകും. ഉറപ്പാണ് പറയുന്നത് ശിവാനി ബാലൻ തമ്പിയാ. എന്നാ കിടക്കാൻ പോണത് കേശവ ബാലചന്ദ്രൻ തമ്പിയുടെ. നീങ്ങ മാറ്. കാറ് കാലം മാറ്റിക്കേ. കിടക്കണമെങ്കിൽ കേറി കിടക്ക്. ശിവ, നീ റൂമിൽ പോയി കിടന്നോ. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ പറഞ്ഞില്ല. പിന്നെ
നീ ഈ എന്നോട് സംസാരിക്കാതിരുന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലടി. വെറുപ്പാണ് ദേഷ്യമാണെന്നൊന്നും പറയരുത് കേട്ടോ. പണ്ടേ നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അസൂയൊക്കെ ആയിരുന്നു. ഞാനും അതിൽ കുറച്ച് അഹങ്കരിച്ചിട്ടുണ്ട് ആ സത്യം തന്നെ. കാലം മാറുമ്പോൾ എല്ലാം മാറുമല്ലോ അല്ലേ, ആൾക്കാരും സ്വഭാവവും ഒക്കെ. പറഞ്ഞതേ ഉള്ളൂ. ചക്ക ഡാ, ഞാൻ ഇത്രയും പറഞ്ഞതിനാണോ നീ പോക്ക് പോയത്? അല്ല ഞാനേ ഇത്രയും പറഞ്ഞതിനാണോ നീ പോക്ക് പോയത്? ഞാൻ ഇത്രയും പറഞ്ഞ നീ അങ്ങ് പോവോ? നീ എന്തിനാണ് പറഞ്ഞതെന്ന്? കാലം മാറുമ്പോ ആൾക്കാരും സ്വഭാവമൊക്കെ മാറും അല്ലേ? കാലം മാറുമ്പോഴത്തേക്കും ഞാൻ നിന്റെ പെങ്ങളല്ലാണ്ടാവൂ? പറയടാ, എന്നൊക്കെ പറയാനുണ്ടല്ലോ. നിന്റെ കണ്ണ് നിറയുണ്ടോ? നിന്റെ കണ്ണ് നിറയുണ്ടോ? എന്റെ കണ്ണ് നിറയും, കാരണം കാലം മാറുമ്പോ അങ്ങനെയാണല്ലോ. എന്നാ യേശു എങ്ങനെയാണോ പറ. എന്താണ് വേദരി ശിവ നീ കരയല്ലേ, നീ കരയല്ലേ ശിവ? ശിവ നീ കരയല്ലേ, ചുമ്മാ സീൻ ഉണ്ടാക്കല്ലേ. ചേച്ചി കരയാണ്, അമ്മൂമ്മക്ക് സങ്കടമായി. ഏതാ മക്കളെ, ഞാൻ ചുമ്മാ ഒരു ഫ്ലോ അങ്ങ് പറഞ്ഞല്ലേ. ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? പറഞ്ഞ കാലം മാറുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പോകുന്നു. ചുമ്മാ അറിഞ്ഞല്ലേ. നീ പറയണ്ടോ ഇപ്പോ? വേണ്ട, ഞാൻ എങ്ങനെ പറയുമല്ലോ, നീ അല്ലേ പറഞ്ഞത്? തമാശക്ക് പറഞ്ഞല്ലേ. വേണ്ട നീ. എടി എന്നെ നിനക്കറിയാന്നല്ലോ, വേറെ ആർക്കില്ലേ വീട്ടിൽ അറിയുവോ? ഇല്ല, ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ല, വിഷമത്തിലല്ല ഞാൻ പറഞ്ഞത്. അടുത്തവനെല്ലാം മെസ്സേജ് കേട്ടാ. നീ ചുമ്മാ തല്ലടി. ഇതെന്താണ് ഇത്, എക്കോയാ? അല്ല ഇവളെന്തിനാണ് അലമാര കെട്ടിപ്പിടിച്ച് കരയണത്? എന്നെ കെട്ടിപ്പിടിച്ച് തരാൻ ആരുമില്ല. അലമാരെങ്കി അലമാര. അയ്യോ ബാറു കരയല്ലേ, അയ്യോ ബാറു കരയല്ലേ, അയ്യോ ബാറു കരയല്ലേ, മോൾക്ക് അലമാരയുണ്ട്, ഒന്ന് കരയല്ലേ, കരയല്ലേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.